ഹലോ. അപ്പോൾ നമ്മൾ ഇതുവരെ കൊടുത്തിട്ടുണ്ടായിരുന്ന മിക്സ്ഡ് കട്ടിങ്സ് ആയിരുന്നു. ഓരോകളും വേർതിരിച്ച് ടാഗ് ചെയ്യാതെയുള്ള മിക്സ്ഡ് കട്ടിങ്സ്. അപ്പോൾ 30 കളർ കൊടുത്തിട്ടുണ്ട്, 27 കളേഴ്സ് കൊടുത്തിട്ടുണ്ട്, 20 കളേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഓരോ പോട്ടിലും നമുക്ക് മാറ്റി നടാൻ വേണ്ടിയിട്ട് ഓരോ കളറും വേർതിരിച്ച് ടാഗ് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതുപോലെ കൊടുക്കാറുണ്ട്, മുമ്പും കൊടുക്കാറുണ്ട്. പക്ഷേ ചോദിച്ചവർക്ക് മാത്രമേ കൊടുക്കാറുള്ളൂ. മിക്സ്ഡ് കട്ടിങ്സ് കൊടുത്തുകൊണ്ട് അതങ്ങനെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ വേർതിരിച്ച് 3-4 കട്ടിങ്സ് ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു കളറിന് 15 രൂപയാണ്. ഇപ്പോൾ ഇട്ടിരിക്കുന്നത് 20 കളേഴ്സാണ്. 20 കളേഴ്സിന് 300 രൂപ പ്ലസ് കൊറിയർ ചാർജ്. കൊറിയർ ചാർജ് 80 രൂപയാണ്. ടോട്ടൽ 380 രൂപ വരും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ 30 കളേഴ്സ് ആയാലും കൊടുക്കുന്നുണ്ട്. 30 കളേഴ്സ് ആകുമ്പോൾ 450 രൂപ പ്ലസ് കൊറിയർ ചാർജ് വരും. വെയിറ്റ് കൂടുതലുള്ളതുകൊണ്ട് 100 രൂപ കൊറിയർ ചാർജും വരും കേട്ടോ. അപ്പോൾ പ്രൈസിൻ്റെ ഇത് വെച്ചിട്ട് നമ്മൾ 20 കളേഴ്സ് ഇപ്പോൾ ഇട്ടിട്ടുള്ളൂ. അതിൽ കൂടുതൽ വേണമെങ്കിൽ അതിൽ കൂടുതൽ എടുക്കാം കേട്ടോ. മിക്സ്ഡ് കട്ടിങ്സ് ആയിട്ട് വേണ്ടവർക്ക് മിക്സ്ഡ് കട്ടിങ്സ് ആയിട്ട് തന്നെ കൊടുക്കുന്നതാണ്. 20 കളേഴ്സ് ആണെങ്കിൽ 40 കട്ടിങ്സ് ഉണ്ടാവും. 40 കട്ടിങ്സിന് 200 രൂപ പ്ലസ് കൊറിയർ ചാർജ്. അപ്പോൾ നമ്മൾക്ക് അഡ്രസ്സ് അയക്കുന്നവർ നേരത്തെ പറയണം. ടാഗിങ് വേണമെങ്കിൽ ടാഗിങ് വേണമെന്നും, അല്ല മിക്സ്ഡ് കട്ടിങ്സ് മതിയെങ്കിൽ മിക്സ്ഡ് കട്ടിങ്സ് മതിയെന്നും പറയണം. ടാഗിങ് ആവുമ്പോൾ അറിയാലോ, 3-4 കട്ടിങ്സ് എടുത്തിട്ട് നമ്മൾ ഓരോ കളറും ഒരു റബ്ബർ ബാൻഡിനകത്ത് ടാഗ് ചെയ്തിട്ടാണ് അയക്കുന്നത്. അപ്പോൾ ക്വാണ്ടിറ്റി കൂടുതലുണ്ടാകും ഈ ടാഗിങ്ങിൽ. അല്ലാതെ മിക്സ്ഡ് കട്ടിങ്സ് ആകുമ്പോൾ ടാഗിങ് പോലെ അല്ല, 40 കട്ടിങ്സേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ജസ്റ്റ് വാട്സപ്പ് ചെയ്താൽ മതി. നമ്മൾ കേരളത്തിൽ എല്ലായിടത്തും DTDC കൊറിയർ വഴി അയക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടവരൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മൾ അടുത്ത വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് വരാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തു.